ഗുഡ് ഈവനിങ്. നമ്മളടുത്തത് പാർട്ട് നമ്പർ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്, അതായത് ഫ്രാക്ഷൻസിൻ്റെ കോൺസെപ്റ്റ്. ഇതാണല്ലോ കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഫ്രാക്ഷൻസ്, അതിൻ്റെ ഓപ്പറേഷൻസൊക്കെ. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഒന്ന് ക്ലിയർ ആക്കണം. 1/2, 1/3, 1/4 എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യം തന്നെ കാണിച്ചു കൊടുക്കുക. എക്സാമ്പിൾ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഷെയ്ഡ് ചെയ്തിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കാര്യം ആലോചിക്കാനുള്ളത്, 1/2 എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ തിങ്ങിനെ 2 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് അതിലൊരെണ്ണത്തിനെയാണ് നമ്മൾ 1/2 എന്ന് പറയുന്ന ഒരു ഐഡിയ കൊടുക്കണം. അതുപോലെ തന്നെ 1/3 അതുപോലെ തന്നെ ഈക്വൽ പാർട്സായിട്ടാണ് മുറിക്കേണ്ടത്. അത് കുട്ടികൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ 1/2, 1/3, 1/4 അങ്ങനത്തെ കോൺസെപ്റ്റ് വരിക. അത് റെക്റ്റാങ്കിൾ ബോക്സിനെ ഡിവൈഡ് ചെയ്തായാലും സർക്കിളിനെ ഡിവൈഡ് ചെയ്തായാലും ഈ കോൺസെപ്റ്റുകൾ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്തിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനകത്ത് പറയേണ്ടത്. പിന്നെ നമ്മൾ പറയുന്നത്, ഒരു ഫ്രാക്ഷനെ നമ്മൾ മൾട്ടിപ്പിൾ വേസിൽ പറയുമല്ലോ. 1/2 എന്ന് പറയുന്നത് 2/4, 3/6 എന്ന് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വരിക എന്ന് ഈ പടത്തിലൂടെ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിലൂടെ അവരെ കാണിച്ചു കൊടുക്കാൻ പറ്റും. 2/6ഉം 1/3ഉം ഒന്ന് തന്നെയാണ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും ഷെയ്ഡ് ചെയ്തിട്ട്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പിന്നെ വരുന്നത്. പേജ് 61 കുറച്ച് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. 61 പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് ഈ വാട്ട് പാർട്ട് ഓഫ് സ്ക്വയർ ഈസ് സ്മോളർ റെക്റ്റാങ്കിൾ, ഇസ് ദ സ്മോളസ്റ്റ് റെക്റ്റാങ്കിൾ ആൻഡ് ദ ലാർജർ, കളർ the 1/3 പാർട്ട് വിത്ത് റെഡ് ആൻഡ് ദ 2/3 പാർട്ട് വിത്ത് ഗ്രീൻ. അതായത് ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് വന്നിട്ട് പിന്നെ നമ്മൾ പേജ് 65 കൊടുത്തിരിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് 2/8, 4/8, 6/8 എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫ്രാക്ഷനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ എഴുതാമെന്നും കൂടി പറയാൻ പറ്റും, വലിയ ഫ്രാക്ഷനെ. അതൊക്കെയാണ് 65 പ്രോബ്ലംസ്. പിന്നെ അത് കഴിഞ്ഞാൽ പറയുന്നത് ഹോളും പാർട്ടും തമ്മിലുള്ള ബന്ധം, അത് തന്നെയാണ് പറയുന്നത് പേജ് 68. സിമ്പിളാണ് കോൺസെപ്റ്റ്. ആ പടങ്ങൾ വെച്ചുകൊണ്ട് പടത്തിനെ എങ്ങനെയാണ് ഫ്രാക്ഷൻസായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക, അത് ഈ പറഞ്ഞ പോലെ ഹോൾ നമ്പർ വിത്ത് ആൻഡ് മൾട്ടിപ്പിൾ ഫ്രാക്ഷൻസ് പറയില്ലേ, അത് 1 and 1/3 എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ഫ്രാക്ഷൻസ് ആക്കിയിട്ട് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാമെന്നൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഫ്രാക്ഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ഈ മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് സിമ്പിളായിട്ട് തന്നെ പറയാൻ പറ്റും കേട്ടോ. ഓക്കെ, താങ്ക് യു.